ഉപ്പുതറ പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വാഹനങ്ങളാണ് നാശം നേരിടുന്നത്. സ്കൂട്ടർ മുതൽ കാറുകൾ വരെയാണ് ഉപ്പുതറ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ മറ്റ് പോലീസ് എക്സൈസ് സ്റ്റേഷൻ പരിധികളിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് വെറുതെ കിടന്ന് നശിക്കുന്നത്. വിവിധ കേസുകളിലായി ഉപ്പുതറ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഉപ്പുതറ സ്റ്റേഷൻ പരിസരത്ത് മഴയും വെയിലുമേറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ മതിയായ സ്ഥല സൗകര്യവുമില്ല. വിവിധ കേസുകളിൽപ്പെട്ട വാഹനങ്ങളും മതിയായ രേഖകളില്ലാത്ത വാഹനങ്ങളുമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ല. കാർ, ബൈക്ക്, ഓട്ടോ തുടങ്ങിയ വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. നിയമപരമല്ലാത്ത സാധനങ്ങൾ കടത്തിയതിനും അപകടത്തിൽപ്പെട്ടതും മതിയായ രേഖകളില്ലാത്തതുമായ വാഹനങ്ങളുമാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ഇതിന്റെയെല്ലാം കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിനാൽ കേസിന്റെ വിധി വരാതെ വാഹനങ്ങൾ ഉടമയ്ക്ക് നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കേസുകൾ വർഷങ്ങളായി നീണ്ടുപോകുകയും വിധി വന്ന ശേഷം വാഹനങ്ങൾ ഉടമയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലും നശിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഇരുമ്പ് വിലയ്ക്ക് ലേലം ചെയ്ത് ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. നിരവധി വാഹനങ്ങളാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷന്, എക്സൈസ് ഓഫീസ് ഇങ്ങനെ വിവിധ സ്ഥാപനങ്ങളുടെ മുറ്റത്ത് ഒരു ബാധ്യതയായി നിൽക്കുന്നത്. ഈ കേസുകൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കാത്തത് മൂലം ഈ വാഹനങ്ങളെല്ലാം ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ലേലം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനവും ഉണ്ടാകും. അത്തരത്തിലുള്ള നടപടി ഈ പോലീസ് സ്റ്റേഷൻ പരിസരവും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളും എല്ലാം വൃത്തിയാകും. ഈ വാഹനങ്ങൾ കടന്ന് നശിച്ച് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം വാഹനങ്ങളെ അകപ്പെട്ടിരിക്കുന്ന കേസുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കുകയും അതല്ല എങ്കിൽ ഇത്തരം വാഹനങ്ങളുടെ നടപടികൾ സ്വീകരിച്ച് അത് ലേലം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ ഇനത്തിൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമാകുന്നത്. രേഖകളില്ലാതെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഉടമ രേഖ ഹാജരാക്കി കൊണ്ടുപോകാറും ഇല്ല. പുതിയ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് സ്റ്റേഷൻ വളപ്പിൽ കിടന്ന് നശിക്കുന്നത്. പോലീസ് എക്സൈസ് സ്റ്റേഷനുകളിൽ പിടിച്ചെടുക്കുന്നതും അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളും സൂക്ഷിക്കാൻ സൗകര്യം കുറവാണ്. ടാക്സ്, ഇൻഷുറൻസ് ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാരിന് നഷ്ടമാകുന്നത്. നടപടിക്രമങ്ങൾ ലഘൂകരിച്ചാൽ സർക്കാരിന് ലാഭം ഉണ്ടാവുകയും ഉടമയ്ക്ക് നഷ്ടം ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.